നമ്മുടെ നായിക നോക്കിയപ്പോൾ താഴെ പുഴക്കരയിൽ ഒരു കരടി മാനിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും കാറ്റ് കരടിയുടെ ഭാഗത്തേക്ക് വീശിയത്. കരടിക്ക് അവളുടെ മണം കിട്ടി. ഇത് മനസ്സിലാക്കിയ നമ്മുടെ നായിക കരടിക്ക് നേരെ അമ്പെയ്യാനെ ശ്രമിച്ചെങ്കിലും അവളുടെ വില്ലിന്റെ ഞാണ് പൊട്ടിയത് കാരണം അവൾക്ക് അതിന് സാധിച്ചില്ല. ഇത് കണ്ട കരടിയാണെങ്കിൽ അവളുടെ നേരെ ഓടിയെടുത്തു. അപകടം മനസ്സിലാക്കി അവളുടെ നായ കരടിക്ക് മുമ്പിലൂടെ ഓടിക്കൊണ്ട് അതിന്റെ ശ്രദ്ധ തിരിച്ചു. കരടി ആ നായയുടെ പുറകെ പാഞ്ഞു. ഈ അവസരം മുതലാക്കിയ നമ്മുടെ നായിക പെട്ടെന്ന് തന്നെ വില്ലിന്റെ ഞാണ് വലിച്ചു കെട്ടി താഴേക്ക് ചാടിയിറങ്ങി. കുറച്ച് സമയത്തിനകം തന്നെ അവളുടെ നായ കുരച്ചുകൊണ്ട് ആ വഴിയെ തന്നെ തിരിച്ചു വന്നു. പുറകെ തന്നെ ആ കരടിയും. അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവള് നേരെ തിരിഞ്ഞോടി ആ പുഴയിലേക്ക് എടുത്ത് ചാടി. നീന്തി കയറിയത് ഒരു വലിയ മരത്തിന്റെ വേരുകൾക്കിടയിലേക്കായിരുന്നു. പുറകെ എത്തിയ കരടി ശക്തമായി തന്നെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മറ്റെന്തോ ഒരു മൃഗത്തിന്റെ മണം കരടിക്ക് കിട്ടിയത്. കരടി എന്തായാലും നായികയെ വിട്ട് തന്റെ തൊട്ടടുത്തുള്ള അദൃശ്യമായ രൂപത്തെ ആക്രമിക്കാൻ ആരംഭിച്ചു. അതിന്റെ നേരെ പാഞ്ഞെടുത്ത ആ കരടിയെ ഒറ്റയടിക്ക് നിരത്തിട്ട് അതിനെടുത്തു പൊക്കി. കരടിയുടെ രക്തം വീണ് അതിന്റെ രൂപം തെളിഞ്ഞു വന്നു, ഒരു ചെകുത്താനെ പോലെ.